നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നഗരസഭയുടെയും കേരള സംസ്ഥാനത്തിൻ്റെയും ഭരണം പോയതോടുകൂടി CPMന് ആകെ ഹാലിളകിയിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിഞ്ഞുകൂടാ. ഏതാണ്ട് ഇന്നിപ്പോൾ കേരളത്തിൽ ഒരേ ഒരു നഗരസഭയാണ് അവർ ഭരിക്കുന്നത്. ബാക്കിയുള്ളിടത്തൊക്കെ ഭരണം മാറി. സംസ്ഥാന ഭരണവും അവർക്ക് നഷ്ടമായി എന്ന് മാത്രമല്ല, 35 സീറ്റിൽ മാത്രം ജയിച്ച് ദയനീയമായ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. അപ്പുറത്ത് 102 സീറ്റുകളുമായി UDF അധികാരത്തിൽ കയറി എന്നുള്ളത് മാത്രമല്ല, BJPക്ക് 3 സീറ്റുകൾ നേടാനായി എന്നുള്ളതും CPMനെ വിറളി പിടിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോഴിതാ ഈ ഹാലിളക്കം ഒരു പുതിയ സമര പോർമുഖത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, CITക്കാർ മുഖ്യമന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ മന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ഒക്കെ പരാതി കൊടുത്തിരിക്കുകയാണ്. എന്താണ് എന്ന് പരാതി എന്ന് കേട്ടാൽ നമ്മൾ അറിയാതെ ചിരിച്ചു പോകും. അതായത്, തിരുവനന്തപുരം നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക്, നമ്മുടെ നാട് ശുചീകരിക്കുന്ന മാലിന്യം ശേഖരിച്ച് അത് സംസ്കരണത്തിന് വേണ്ടി എത്തിക്കുന്ന നമ്മുടെ നാട്ടിലെ ശുചീകരണ തൊഴിലാളികൾക്ക് ഒരു ഓറഞ്ച് നിറത്തിലുള്ള, കാവി നിറത്തിലുള്ള ജാക്കറ്റ് കൊടുക്കുകയാണ് നഗരസഭ. നഗരസഭ ഭരിക്കുന്നത് BJPയാണ്. അതുകൊണ്ട് BJP ഹരിതകർമ്മ സേനാംഗങ്ങളെ കാവിവൽക്കരിക്കുകയാണ് എന്നാണ് CITUവിൻ്റെ ആരോപണം. നോക്കൂ, ഇവരൊക്കെ ഏത് കാലത്ത് ഏത് നാട്ടിലാണ് ജീവിക്കുന്നത് എന്ന് അത്ഭുതം തോന്നും നമുക്ക്. ഇത്രയേറെ അന്തംകമ്മികളായി പോയല്ലോ എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ പോലീസുകാർ, ട്രാഫിക് നിയന്ത്രിക്കുന്ന പോലീസുകാർ ഈ ഓറഞ്ച് ജാക്കറ്റ് ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. അവരുടെ ഡ്രസ്സ്, യൂണിഫോം കോഡ് നമുക്കറിയാം. വെള്ള ഷർട്ടും കാക്കി പാൻറ്റുമാണ്. ബെൽറ്റ്, തൊപ്പി, ബൂട്ട്സ് ഇതൊക്കെയുണ്ട്. എങ്കിലും ഈ ഉദ്യോഗസ്ഥർ പ്രധാന സ്ഥലങ്ങളിൽ ട്രാഫിക് നിയന്ത്രിക്കാൻ നിൽക്കുന്നത് ഒരു കാവി ജാക്കറ്റ് അണിഞ്ഞുകൊണ്ടാണ്, ഓറഞ്ച് ജാക്കറ്റ് അണിഞ്ഞുകൊണ്ടാണ്. എന്താ, കേരള പോലീസിനെയും കാവിവൽക്കരിച്ചിരിക്കുകയാണോ? കേരള പോലീസിൻ്റെ ട്രാഫിക് വിഭാഗത്തെയും? എത്രയോ കാലങ്ങളായിട്ട് ഇത് തുടരുന്നല്ലോ. 10 കൊല്ലം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും ഇങ്ങനെ തന്നെയാണല്ലോ നമ്മുടെ ട്രാഫിക് പോലീസുകാർ നിരത്തുകളിൽ ഈ ഓറഞ്ച് ജാക്കറ്റ് അണിഞ്ഞുകൊണ്ട് ട്രാഫിക് നിയന്ത്രിച്ചിരുന്നത്. അന്ന് CITUവിന് പരാതിയൊന്നുമില്ലായിരുന്നോ? അന്ന് CITUവിന് ഇതേക്കുറിച്ച് കാണാൻ കഴിഞ്ഞില്ലേ? കണ്ണിന് കാഴ്ചയില്ലായിരുന്നോ? ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊരു വിഷയവും പൊക്കിപ്പിടിച്ചുകൊണ്ട് വരുന്നത്? ശരിയാണ്, ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് അവർ പച്ച ഡ്രസ്സാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അവർക്കിപ്പോൾ ഒരു ഓറഞ്ച് ജാക്കറ്റ് കൊടുക്കാൻ നഗരസഭ തീരുമാനിച്ചു. അതിൻ്റെ കാരണവും മേയർ വിശദീകരിക്കുന്നുണ്ട്. മേയർ VV രാജേഷ് പറയുന്നത്, 2024 ഒക്ടോബറിൽ തിരുവനന്തപുരം കഴക്കൂട്ടം റോഡിൽ മാലിന്യം ശേഖരിക്കുന്നതിനിടയിൽ ഹരിതകർമ്മ സേന അംഗത്തെ ടിപ്പർ ലോറി ഇടിച്ചു. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ ഇരിക്കെ അവർ മരിച്ചു. അതുപോലെ 23 ജൂണിൽ കാറിടിച്ച് കൊല്ലം ദേശീയപാതയോരത്ത് മാലിന്യം ശേഖരിക്കുകയായിരുന്ന ഹരിതകർമ്മ സേനാംഗം മരിച്ചു. അതുപോലെ തന്നെ 2022 കോഴിക്കോട് ഇതുപോലെ സംഭവിച്ചു. അപ്പോൾ ഇത് 52 വയസ്സുകാരിയായ ഹരിതകർമ്മ സേനാംഗമാണ് ബൈക്കിടിച്ചു മരിച്ചത്. അപ്പോൾ ദൂരെ നിന്ന് വാഹനങ്ങൾ വളരെ വേഗത്തിൽ വരുമ്പോൾ ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ മാലിന്യം ശേഖരിക്കുന്ന അല്ലെങ്കിൽ നിരത്തുവക്കുകൾ വൃത്തിയാക്കുന്ന ഇത് കൂടുതലും രാവിലെയാണ്, സൂര്യൻ ഉദിച്ചു വരുന്ന ആ സമയത്ത്. പ്രത്യേകിച്ചും മഴക്കാലത്തും മഞ്ഞുകാലത്തും അപകടമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ സമയത്ത് കാഴ്ച അവ്യക്തമായിരിക്കും. ഈ പറഞ്ഞതുപോലെ റോഡ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല. വാഹനങ്ങൾ വളരെ വേഗത്തിൽ ചീറിപ്പാഞ്ഞു വരികയും അപകടമുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ നാട്ടിൽ BJP ഉണ്ട് എന്ന് പറഞ്ഞ് ഈ കാവി നിറം ബഹിഷ്കരിക്കണോ? കാവി നിറത്തെ നിരോധിക്കണോ? അതാണോ CITU ഉദ്ദേശിക്കുന്നത്? ഈ നിരത്തുവക്കുകളിൽ അപകടമുണ്ടാകാതിരിക്കാനാണ് ഈ കാവി ജാക്കറ്റ് ധരിക്കുന്നത്. അത് ട്രാഫിക് പോലീസുകാരാകട്ടെ, മറ്റ് നമ്മുടെ ഈ ദേശീയപാത നിർമ്മിക്കുന്ന ആ ഭാഗത്തൊക്കെ പോയാൽ നമുക്ക് കാണാൻ കഴിയും. അവിടെയുള്ള ജീവനക്കാർ മുഴുവനും ഈ കാവി ജാക്കറ്റ്, ഓറഞ്ച് ജാക്കറ്റ് ധരിച്ചുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്?
ഇത് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്തവണ്ണം ഈ അന്തംകമ്മികൾ അധപ്പതിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇങ്ങനെ നഗ്നമായി രാഷ്ട്രീയം കളിക്കാൻ നാണമില്ലേ നിങ്ങൾക്ക് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇവിടെ ഈ വസ്ത്രത്തിൻ്റെ നിറം വില്ലനാകാതിരിക്കാനാണ് ഈ ഓറഞ്ച് ജാക്കറ്റ് കൊടുക്കുന്നത്. ആ ഓറഞ്ച് ജാക്കറ്റ് ധരിച്ചുകൊണ്ട് അവർ ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ ദൂരെ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഈ തിളങ്ങുന്ന തരത്തിലാണ് ആ ഓറഞ്ച് ജാക്കറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അവർക്ക് അതിൽ ചെറുതായിട്ട് പ്രകാശം തട്ടുമ്പോൾ തന്നെ അതിൻ്റെ തിളക്കം കൊണ്ട് ആ നിറത്തെ അറിയാൻ കഴിയും. അപ്പോൾ അവിടെ ഒരു മനുഷ്യനുണ്ടെന്നും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും ഒക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞ് അപകടം ഒഴിവാക്കാൻ കഴിയും. ഒരു ജീവൻ്റെ വിലയാണ് നിങ്ങളുടെ ഈ പെറാട്ട് രാഷ്ട്രീയ നാടകത്തിലൂടെ നഷ്ടപ്പെടാൻ ഇടവരുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നയം ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ശരി, ഈ ഇതുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം, തിരുവനന്തപുരം നഗരസഭയുടെ തീരുമാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞതുപോലെ പച്ച വസ്ത്രം മാറുന്നൊന്നുമില്ല, അവരുടെ യൂണിഫോം മാറുന്നൊന്നുമില്ല. അതിൻ്റെ പുറത്ത് ഒരു ഓറഞ്ച് ജാക്കറ്റ് അവർ ധരിക്കുന്നു എന്നേ ഉള്ളൂ. തിരുവനന്തപുരത്ത് സ്മാർട്ട് റോഡ് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടി സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ നഗരസഭയും കൂടെ ചേർന്ന് സ്മാർട്ട് റോഡുകൾ നിർമ്മിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ പണമാണ് 90%. ആ പണം വാങ്ങി റോഡുകളൊക്കെ സ്മാർട്ടാക്കി. എന്നിട്ട് അവിടെ ഈ ട്രാഫിക് ഐലൻഡുകളിൽ ഇത് വെച്ചു, അതായത് റിഫ്ലക്ടറുകൾ വെച്ചു. ആ റിഫ്ലക്ടറുകളിൽ ചുവപ്പ് നിറമുണ്ട്, മഞ്ഞ നിറമുണ്ട്, പച്ച നിറമുണ്ട്, ഓറഞ്ച് നിറമുണ്ട്. നിങ്ങൾ എന്താണ് ഇതിന് പറയുക? ഈ റോഡുകളെയും BJP കാവ്യവൽക്കരിച്ചു എന്നാണോ? ഇത്ര ബുദ്ധിയും വിവേകവും ഇല്ലാത്തവരായി പോയല്ലോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ, CITക്കാർ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടില്ല. ഈ ഉമ്മാക്കി കണ്ടൊന്നും പേടിക്കില്ല എന്നാണ് മേയറും കൂട്ടരും പറയുന്നത്. അവർ വളരെ ശക്തമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഒരു ശുചീകരണ തൊഴിലാളിയുടെ, ഹരിതകർമ്മ സേനാംഗത്തിൻ്റെ പോലും ജീവൻ അപകടത്തിൽപ്പെട്ട് പൊലിയരുത്. നമ്മുടെ നാട് വൃത്തിയായി സൂക്ഷിക്കുന്ന അവരെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആർക്കാണ് രക്ഷിക്കാൻ കഴിയുക? അതുകൊണ്ട് ഇത്തരം പിത്തലാട്ടങ്ങൾ മാറ്റിവെച്ചിട്ട് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. എന്തിലും ഏതിലും വൃത്തികെട്ട രാഷ്ട്രീയം കാണാതെ ഇരിക്കുക. അതാണ് എല്ലാവർക്കും നല്ലത്.